ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് മൈ PSC. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ അടുത്ത് വരാൻ വേണ്ടി പോകുന്ന അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ നമ്മുടെ SCERT പുതിയ പാഠഭാഗത്തിലെ 7ാം ക്ലാസ്സിലെ എന്തൊക്കെ ചാപ്റ്റേഴ്സാണ് പഠിക്കേണ്ടത്, അതായത് സോഷ്യൽ സയൻസിലും ബേസിക് സയൻസിലും എന്തൊക്കെ പാഠഭാഗങ്ങളാണ് പഠിക്കേണ്ടത് എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലും ബേസിക് സയൻസിലും എന്തൊക്കെ പാഠഭാഗങ്ങളാണെന്നുള്ളത് നോക്കാം. സോഷ്യൽ സയൻസിൽ എന്തൊക്കെ പാഠഭാഗങ്ങളാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ആദ്യമായിട്ട് 4ാമത്തെ ചാപ്റ്റർ അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പിന്നീടുള്ളത് 12ാമത്തെ ചാപ്റ്റർ ചരിത്രത്തിൻ്റെ ആധാരശിലകൾ, 11ാമത്തെ ചാപ്റ്റർ വിവേചനത്തിനെതിരെ, 5ാമത്തെ ചാപ്റ്റർ നമ്മുടെ ഭൂമി, 9ാമത്തെ ചാപ്റ്റർ ഭൂമിയെ അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും, 6ാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ ഉപഭൂഖണ്ഡം, 3ാമത്തെ ചാപ്റ്റർ ഭരണഘടന വഴിയും വഴികാട്ടിയും, 8ാമത്തെ ചാപ്റ്റർ അധികാരം ജനങ്ങൾക്ക്, 7ാമത്തെ ചാപ്റ്റർ ഭക്ഷ്യോൽപാദനം മുതൽ ഭക്ഷ്യസുരക്ഷ വരെ, പിന്നെ 10ാമത്തെ ചാപ്റ്റർ ബജറ്റ് വികസനത്തിന് നേർരേഖ. ഇത്രയുമാണ് നമ്മുടെ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടതായിട്ട് ഉള്ളത്. ഓക്കെ, ഇനി നമ്മൾ 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലേക്ക് പോവുകയാണെങ്കിൽ 1ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വിളയിക്കാം നൂറുമേനി, 5ാമത്തെ ചാപ്റ്റർ മനുഷ്യ ശരീരം ഒരു വിസ്മയം, 9ാമത്തെ ചാപ്റ്റർ പരിസ്ഥിതിയെ നോവിക്കാതെ, 2ാമത്തെ ചാപ്റ്റർ ആസിഡുകളും ബേസുകളും, 4ാമത്തെ ചാപ്റ്റർ പ്രകാശം പ്രതിപദിക്കുമ്പോൾ, 6ാമത്തെ ചാപ്റ്റർ താപം നിത്യജീവിതത്തിൽ. ഇത്രയും ചാപ്റ്റേഴ്സാണ് ബേസിക് സയൻസിൽ നമ്മൾ പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ 5ാം ക്ലാസ്സിലെ ഒരു പാഠം കൂടി, സോഷ്യൽ സയൻസിലെ ഒരു പാഠം കൂടി നമുക്ക് പഠിക്കാം. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാഠമാണ്. അത് നാടറിയാൻ എന്നുള്ളതാണ്. അത് ചാപ്റ്റർ 8ആണ്. 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ചാപ്റ്റർ 8ആണ് നാടറിയാൻ എന്നുള്ളത്. 5ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെയൊക്കെ ടെക്സ്റ്റ് ബുക്കുകളിൽ ക്ലാസ്സുകൾ ഞാൻ ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടു നോക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്കത് പരീക്ഷയ്ക്ക് ഉപയോഗപ്പെടുന്നതായിരിക്കും. 10ാം ക്ലാസ്സിലെ ഏതൊക്കെ പാഠഭാഗങ്ങളാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോയിലിടാം. കാരണം ഈ ഒരു വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ അടുത്ത വീഡിയോയിലിടാം. അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും കാണുക, ആ പാഠഭാഗങ്ങൾ പഠിച്ചു വെക്കുകയും ചെയ്യുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.